RSS നടത്തിയ ബദൽ സംഗമത്തിലെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ പന്തളം കൊട്ടാരം കുടുംബാംഗം പോലീസിൽ പരാതി നൽകി. ബദൽ സംഗമത്തിൽ ശാന്താനന്ദ മഹർഷിയാണ് വർഗീയ പ്രസംഗം നടത്തിയത്. ശാന്താനന്ദയുടെ വാക്കുകൾ മതസ്പർദ്ധ വളർത്തുന്നതെന്ന് പന്തളം കുടുംബാംഗം പ്രദീപ് വർമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും രംഗത്തെത്തി. സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. RSSന്റെ ബദൽ അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും മറ്റും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ബദൽ അയ്യപ്പ സംഗമത്തിൽ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗങ്ങളും ചില പരാമർശങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ഈ സദാനന്ദ മഹർഷിയുടെ ഭാഗത്തുണ്ടായ പ്രസംഗമാണ് ഇന്ന് വലിയ വിമർശനത്തിന് ഇടവരുത്തിയിരിക്കുന്നത്. വാവര് സ്വാമി വർഗീയവാദിയാണെന്നും തിരുവറവാദിയാണെന്ന തരത്തിലുള്ള പ്രസംഗം, വാവര് നട പാടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സദാനന്ദ മഹർഷി നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ ഇതിനെതിരെ പന്തളം കൊട്ടാരത്തിൻ്റെ കുടുംബാംഗം തന്നെയായിരിക്കുന്ന പ്രദീപ് വർമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദീപ് വർമ്മ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം പരാമർശങ്ങൾ മതസ്പർദ്ധ വിളിച്ചു വരുത്തതാണ്. അത് ഐക്യത്തോടെ താമസിക്കുന്ന അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ്. മാത്രമല്ല ഇത് ആസൂത്രിതമാണെന്നും പ്രദീപ് വർമ്മ പറയുന്നു. പോലീസിൽ നൽകിയ പരാതിയിൽ ഈ മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രദീപ് വർമ്മ പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന പ്രദീപ് വർമ്മ മാത്രമല്ല DYFIയുടെ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും പ്രസിഡന്റും സെക്രട്ടറിയുടെ ചേർന്നുകൊണ്ട് ഇത്തരമൊരു പ്രസ്താവനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ഇരു കൂട്ടരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ നിലപാട് പുറത്തു വന്നത് ഒരു പത്രത്തിൽ കൂടെയാണ്. പത്രത്തിൽ നൽകിയ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ നായർ പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നുള്ള രൂക്ഷ വിമർശനമാണ്. സർക്കാരിൻ്റെ നിലപാടുകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് NSS ഈ ആഗോള അയ്യപ്പ സംഗമം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട സംഗമത്തിൽ പങ്കെടുത്തതെന്നും മാത്രമല്ല BJP അതായത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ശബരിമലയുടെ സംരക്ഷണത്തിനായി യാതൊന്നും ചെയ്യുന്നില്ലെന്നും സുകുമാരൻ നായർ വിമർശിക്കുന്നു. ഇന്നലെ നടന്ന ബദൽ അയ്യപ്പ സംഗമത്തിൽ നിന്ന് SNDP, NSS തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളൊക്കെ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് G സുകുമാരൻ നായരുടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ വാക്കുകളും. എന്തായാലും RSS നടത്തിയ ബദൽ സംഗമം വിവാദങ്ങളിലേക്ക് മാത്രം കടക്കുമ്പോൾ ശബരിമലയിൽ പമ്പയിൽ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ് ഏറിയ പങ്കും അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വെച്ചതെന്നാണ് പൊതുവിലയിരുത്തലാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞുണ്ടായിരിക്കുന്നത്.